കോമഡി ഉത്സവത്തിൽ ഇനി അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം പുന്നപ്ര മധു ആൻഡ് മഹേഷ്. അച്ഛനും ഫാമിലിയും ഒക്കെ ഇവിടെ വന്ന് ആഘോഷിച്ചിട്ടുള്ള വേദി തന്നെയാണിത്. പിന്നെ കോമഡി ഉത്സവം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നൊരു പ്രതീതിയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മകനും മിമിക്രിയിൽ തിളങ്ങി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് മേടിച്ചതാണ്. ആണോ? അടിപൊളി, സൂപ്പർ. അന്ന് ഏതായിരുന്നു മോനെ ഐറ്റം ചെയ്തത്? കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് നരബലിയുടെ വാർത്താ ചർച്ചയായിരുന്നു. അത് ശരി. നരബലിയുടെ വാർത്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും കൂടി. നല്ല ശബ്ദമുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു. പിന്നെ ഫാമിലിയിൽ ഇപ്പൊ എത്രാമത്തെ ജനറേഷൻ ആണ് ഇപ്പം കലാകാരന്മാര്? മുഴുവൻ ജനറേഷൻ ഇതൊക്കെ തന്നെ വേറൊരു പടിയില്ല, ഇത് തന്നെയാണല്ലോ. വേറെ കുടുംബം എന്ന് പറഞ്ഞാൽ മറ്റേ ആലപ്പുഴയിലെ മുഴുവൻ ഇതിന്റെയും കാര്യങ്ങൾ നോക്കുന്നത്. അച്ഛനെ ആശാനെന്നാണ് ജനങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലം വാങ്ങിക്കാതെ നാട്ടിലെ എന്ത് കഴിവുള്ളവർ, ഇപ്പം വിൽമേളയാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഹാസ്യകലാ പ്രകടനമാണെങ്കിലും ബാലയാണെങ്കിലും നാടകമാണെങ്കിലും ഇതെല്ലാം അച്ഛൻ പ്രതിഫലം ഇല്ലാതെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു കിട്ടിയ ഒരു അനുഗ്രഹമായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെ, അച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രചോദ് കലാഭവൻ അച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരം ഒരു വർഷം വന്ന് ഡെഫിനറ്റ്ലി. മോനെ, നമുക്ക് ആ നരബലിയുടെ സംഭവം ഒന്ന് കേട്ടാലോ? കേൾക്കാലോ? ഓക്കെ. നമസ്കാരം, സന്ധ്യാ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായാണ്. ജലന്തൂരിലെ നരബലിയുടെ ചുരുളഴിയുന്നു. ഈ വിഷയത്തെ ചർച്ചയാക്കാൻ പ്രശസ്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേരുന്നു. ആദ്യമായി നമ്മുടെ ആസിഫ് അലി എത്തിയാണ്. അലി കേൾക്കുന്നുണ്ടോ? ആസിഫ് അലി കേൾക്കുന്നുണ്ടോ? ആസിഫ് അലി വിൻസിയല്ല, ശൈലയാണ് ഈ കേസിലെ പ്രതി. കെട്ടിപ്പിടിച്ചോ എന്നാ ചെന്ന് കയറി കൊടുക്കാൻ മാത്രമേ ഞാൻ ആസിഫ് അലി പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശ്രീ പത്മശ്രീ ജയറാമേട്ടൻ എത്തുന്നുണ്ട്. ജയറാം കേൾക്കുന്നുണ്ടോ? ഹലോ ജയറാമേട്ടൻ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നു ശൈലേ, എന്തൊരു കോലവടി ഇത്. നമുക്ക് ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, അമ്പിടി കള്ളി. എന്റെ ജയറാമേട്ട ശൈലയെ കുറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താങ്കൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ? നമ്മുടെ സേതുലക്ഷ്മി അമ്മ പറയുമല്ലോ, നാടകത്തിലും സീരിയലും തന്റേതായ വ്യക്തിമുദ്ര തെളിയിച്ച കലാകാരി. മകള് എന്നെ തന്നെയാണോ വിളിച്ചത്? അതേ സേതുലക്ഷ്മി അമ്മ, ഞാൻ അമ്മയെ തന്നെയാണ് വിളിച്ചത്. എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കൊച്ച് എന്നെ വിളിച്ചോണ്ട് ചോദിച്ചതാ. വല്ലപ്പോഴും വിളിച്ചാൽ കൊള്ളായിരുന്നു. സേതുലക്ഷ്മി അമ്മ സെന്റിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ശ്രീ പിഷാരടി എത്തിയിട്ടുണ്ട്. പിഷാരടി, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ചേട്ടാ, ഞാനും തെറുപ്പരും കൂടെ ജലന്തൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഈ ശൈലിച്ച് ദൂരെ നിന്ന് കാണിക്കുക. ഫ്രിഡ്ജിനകത്ത് കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ടത്. അപ്പൊ ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറയുക, ചേട്ടന്റെ പേര് പിഷാര ചട്ടി എന്നല്ലേ എന്ന്. അല്ല പൊന്നു, അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇരുന്നേ. ഇപ്പോൾ നമ്മുടെ ശ്രീ ക്യാപ്റ്റൻ രാജു സാർ എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നീ എന്റെ ഉപയോഗം. എന്റെ ക്യാപ്റ്റൻ, എന്റെ പേര് മുന്നേ എന്നല്ല, എന്റെ പേര് നികേഷ് എന്നാണ്. എടാ മുകേഷേ, നീ എന്റെ ബ്യൂഗിൾ എടുത്തു. ഇതിപ്പോ കാശ് കൊടുത്ത് പട്ടിയുടെ കടി മേടിക്കുന്ന അവസ്ഥയായി ഇങ്ങനെ അങ്ങ് പോകുന്നേ. ഓ, വണ്ടർഫുൾ വണ്ടർഫുൾ. അവിടെ നിന്ന് ഒറ്റ അടിക്കുന്ന പ്രകടനം. ഇത് ആരാ പഠിപ്പിച്ചത്? ആദ്യം ആരാ പഠിപ്പിച്ചെന്ന് പറയും? ഞാൻ പഠിച്ചു, പിന്നെ അച്ഛൻ സ്ക്രിപ്റ്റ് ആക്കി തന്നു. അത് അവൻ സാധാരണ ഇപ്പം എൻ്റെ മൂത്ത മകൻ മഹാദേവൻ, അവൻ ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റാണ്, ഇത് ചെയ്യും. പക്ഷേ ഇവൻ ഇങ്ങനെ മിമിക്രിയിൽ കഴിവുണ്ടോന്നൊന്നും സ്റ്റേജിൽ എൻ്റെ മുന്നിൽ അങ്ങനെ പെർഫോം ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ സ്കൂളിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ അപ്പോഴും എന്നെ ഇവൻ ഐറ്റം കാണിക്കുന്നില്ല. സബ് ജില്ലയിലും പ്രൈസ് മേടിച്ചു, ജില്ലയിലും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി സ്റ്റേറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്നെ മിമിക്രി കാണിക്കാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാൻ കുറച്ച് സ്റ്റാർ മാത്രം, പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ഇലന്തൂരിലെ സംഭവം ഉണ്ടായ സെയിം ടൈമാണ്. അപ്പോൾ ആ അന്നത്തെ സന്ദർഭത്തിൽ ഇത് കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തു. ചലച്ചിത്ര താരങ്ങളും കുറേ രാഷ്ട്രീയ നേതാക്കളൊക്കെ അനുകരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു റൂട്ടാക്കി കൊടുത്ത് അത് അങ്ങനെയാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രാവശ്യം തലേദിവസം എനിക്ക് തോന്നുന്നു അതൊരു പത്രത്തിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. തലേദിവസമാണ്, ഒറ്റ രാത്രി കൊണ്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. മത്സരിച്ചു. അടിപൊളി അടിപൊളി അടിപൊളി.